Good morning, dear students. Welcome you all to another important session of engineering graphics. That is projection of lines inclined to both the planes. This class is projection part number 6. Projection of lines രണ്ട് തലങ്ങൾക്കും ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ലൈൻസിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെ വരയ്ക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊജക്ഷൻ ഓഫ് ലൈൻ ഇൻക്ലൈൻഡ് ടു വൺ ആൻഡ് പാരലൽ ടു അതർ, ഒരു തലത്തിന് ചരിഞ്ഞ രീതിയിലും മറ്റൊരു തലത്തിന് ആ സമയം തന്നെ പാരലൽ ആയിട്ട് നിൽക്കുന്ന ലൈൻസിന്റെ പ്രൊജക്ഷൻസ് പല പല രീതിയിൽ നമ്മൾ വരയ്ക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത് വരച്ച് തന്നെ നോക്കണം, വെറുതെ വായിച്ചു നോക്കിയാൽ പോരാ, വരച്ച് തന്നെ നോക്കണം. എന്നാലേ സംശയങ്ങൾ ഉണ്ടാവുള്ളൂ, സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ വരുള്ളൂ. ഒരു ലൈൻ ഇന്ന രീതിയിൽ നിൽക്കുന്നു പറയുമ്പോൾ അത് ഇമാജിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ വരച്ച് തന്നെ വരണം. വരച്ച് വരുമ്പോഴേ അത് എങ്ങനെ നിൽക്കാം, എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നുണ്ട് വരയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന അതേ ഡിറ്റോ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ചോദിക്കുക. ഡിഫറെന്റ് കേസസ് വ്യത്യാസപ്പെടുത്തി വരാം. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചതിൽ ഒരെൻഡ് എ ബി എന്നുള്ള ലൈനാണെങ്കിൽ എ എന്നുള്ള എൻഡാണ് ഇത്ര അകലത്തിൽ, ബി എന്നുള്ള എൻഡ് മറ്റൊരു അകലത്തിൽ പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ നേരെ തിരിച്ചു വരാം. ബി എന്ന എൻഡ് കുറഞ്ഞ അകലത്തിലും എ എന്ന എൻഡ് കൂടിയ അകലത്തിലും ഒക്കെ ഡിസ്റ്റൻസ് വരാവുന്ന ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം, മാറ്റി മാറ്റി ചോദിക്കാം. അതൊക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ, പ്രൊജക്ഷൻസ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് നല്ല ഒരു ടച്ച് ഉണ്ടായിരിക്കണം. ഈ പ്രൊജക്ഷൻസ് എന്നുള്ള എന്താണ് പ്രൊജക്ഷൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ പലരോടും ചോദിച്ചെങ്കിലും ആർക്കും അറിയില്ല പ്രൊജക്ഷൻസ് എന്തെന്നുള്ളത്. ഞാൻ 2-3 വീഡിയോയിൽ അത് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിച്ച് കാണുക. So we are moving on to projection of lines. ഇവിടെ രണ്ട് രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. This is horizontal plane and vertical plane. Horizontal plane and vertical plane. This is figure number 1. This is figure number 2. Figure 1-ൽ ഒരു inclined line AB, ഒരു ലൈൻ ഇൻക്ലൈൻഡ് ആണ്. ഇൻക്ലൈൻഡ് തീറ്റ ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. എ ബി എന്നുള്ള ലൈൻ തീറ്റ ആംഗിളിൽ, അത് എത്ര ആയിക്കോട്ടെ, 30 ആകാം, 40 ആകാം, 45 ആകാം, 60 ആകാം, എത്രയെങ്കിലും ആയിക്കോട്ടെ, ഒരു പ്രത്യേക ചരിവിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിൽക്കുന്നു. അതേസമയം തന്നെ പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ, എന്നാൽ നിശ്ചിത അകലത്തിലാണ് നിൽക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ള അകലം ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് ആ ലൈൻ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ when the line is parallel to a plane, the view obtained or projection obtained on that plane will show the true length. അപ്പോ എ ബി എന്നുള്ള ലൈൻ വി പിക്കാണ് പാരലൽ നിൽക്കുന്നത്. Quite naturally, when we are viewing through this side, we will obtain front view on vertical plane. Vertical planeൽ front view കിട്ടും. അത് ട്രൂ ലെങ്ത് ആയിരിക്കും. എ ബിക്ക് എത്ര ലെങ്ത് കിട്ടുന്നോ അതേ ലെങ്ത് ആയിരിക്കും. അതേസമയം when we are viewing from ടോപ്പ് വ്യൂവിലാണെങ്കിൽ ഒരു തലത്തിന് ഒരു ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ ഒരിക്കലും ആ തലത്തില് അതിന്റെ ട്രൂ ലെങ്ത് ഉള്ള വ്യൂ കിട്ടില്ല. കുറഞ്ഞ ലെങ്ത്, ഷോർട്ടൻഡ് ലെങ്ത് ആയിരിക്കും കിട്ടുക. അപ്പൊ സ്മോൾ എ ബി അതാണ് അതിന്റെ ടോപ്പ് വ്യൂ കിട്ടുക. ഇത് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻക്ലൈൻഡ് ടു ബോത്ത് ദ പ്ലെയിൻസ്. ഇപ്പൊ ഇൻക്ലൈൻഡ് ഓൺലി ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. നൗ ഐ ആം ഡ്രോയിങ് ഓർ മൂവിങ്. എ എന്നുള്ള പോയിന്റ് എച്ച് പിയിലാണ് നിൽക്കുന്നത്. ബി എന്നുള്ള പോയിന്റ് എച്ച് പിയിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിൽ, ഈ അകലം ഒരു നിശ്ചിത ഉയരത്തിലാണ് നിൽക്കുന്നത് എ ബി ലൈൻ.
അപ്പൊ ആ ഇൻക്ലിനേഷൻ തീറ്റ ഡിഗ്രി വരുന്നു. അപ്പൊ ആ ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോഴാണ് നിശ്ചിത ദൂരം വരുന്നത്. ആ ദൂരത്തിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ്, തീറ്റയ്ക്കാണ്. ഇൻക്ലിനേഷൻ ആണ് ഇമ്പോർട്ടൻസ്. അപ്പൊ പല രീതിയിൽ പറയാം. ഇൻക്ലിനേഷൻ ആംഗിളിൽ പറയാം, ഉയരം കൊണ്ട് പറയാം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുമാണ്. Now I am shifting the point B only. A എന്നുള്ള പോയിന്റ്, ക്യാപിറ്റൽ എ എന്നുള്ള പോയിന്റ് അവിടെ സ്റ്റഡി ആയിട്ട് നിർത്തുന്നു. ഞാൻ ബി എന്നുള്ള പോയിന്റ് അല്പം ഷിഫ്റ്റ് ചെയ്യുന്നു. ഐ എം ഷിഫ്റ്റിംഗ് ബി സ്ലൈറ്റ്ലി. ദിസ് B1. അതായത് ഈ ലൈന് ഈ പ്ലെയിനും കൂടി, വെർട്ടിക്കൽ പ്ലെയിനും കൂടി ഇൻക്ലൈൻഡ് ആക്കുന്നു. ഇപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ട് തോന്നുമോ? ഇല്ല അല്ലേ? ഞാൻ അല്പം കൂടി ഇൻക്ലിനേഷൻ കൊടുക്കാം. അല്പം കൂടി ഇൻക്ലിനേഷൻ കൊടുക്കുന്നു. ഈ B1 എന്നുള്ള പോയിന്റിലാകുന്നു. എ എന്നുള്ള പോയിന്റ് സ്റ്റഡി ആയിട്ട് നിർത്തുന്നു. അതേസമയം ബി എന്നുള്ള പോയിന്റ് മാത്രം ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ദിസ് ലൈൻ വിൽ ഹാവ് ആൻ ഇൻക്ലിനേഷൻ. ഈ ഭാഗത്തുകൂടിയായിട്ട് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ഒരു ഇൻക്ലിനേഷൻ വരും. അപ്പോ ഇങ്ങനെ നിന്ന ലൈൻ ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉള്ളി ഞാൻ അല്പം കൂടി ഇങ്ങോട്ട് തിരിച്ചു. അപ്പൊ ഇവിടെ ഒരു ആംഗിള് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ഫസ്റ്റ് ആംഗിൾ തീറ്റ എന്നും രണ്ടാമത്തെ ആംഗിൾ ഫൈ എന്നാണ് ഇരിക്കട്ടെ. അപ്പൊ ഇതിന്റെ പൊസിഷൻ, പ്രൊജക്ഷൻസിലുള്ള പൊസിഷൻസിന് എന്ത് മാറ്റം വരും നോക്കാം. ഈ പ്രൊജക്ഷൻസ് ഇനി വരയ്ക്കുമ്പോൾ നമ്മൾ നേരെ താഴേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുമ്പോൾ ഇതായിരിക്കും ഇതിന്റെ പുതിയ പൊസിഷൻ. സ്മോൾ AB1. അതായത് ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് സഞ്ചരിച്ചു. ബി എന്നുള്ള പൊസിഷനിൽ നിന്ന് ഇത് ഇങ്ങോട്ട് സഞ്ചരിച്ചു. അതേപോലെ ഈ ലൈനും ഫ്രണ്ട് വ്യൂവും മാറ്റങ്ങൾ വരും. അതിന്റെ ലെങ്തും കുറയും. ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്തും കുറയും. എന്നാൽ അതിന്റെ ആംഗിൾ ഒരിക്കലും മാറ്റം വരില്ല. ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്ന് B1' എന്നുള്ള രീതിയിൽ മാറ്റം വരും. B1', A' അത് തന്നെ പൊസിഷൻ. അതിന്റെ പൊസിഷൻ നമ്മൾ മാറുന്നില്ല. ഇത് മാത്രം അല്പം മാറുന്നു. അപ്പൊ ഇതിന്റെ ടോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ, നേരത്തെ ടോപ്പിൽ നിന്ന് വരച്ചുകൊണ്ടിരുന്ന ഇവിടെയായിരുന്നു, ഇങ്ങോട്ട് വരയ്ക്കുന്ന സമയത്ത് ഞാൻ അല്പം കൂടി നീളം കുറഞ്ഞ ഒരു വടിക്കഷ്ണം വെച്ച് കാണിക്കാം. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻസ് ഈ രീതിയിലുണ്ടായിരുന്നത് ഞാൻ ഹൊറിസോണ്ടൽ പ്ലെയിന് മാത്രമല്ല വെർട്ടിക്കൽ പ്ലെയിന് കൂടി ഇൻക്ലൈൻഡ് ആക്കിയപ്പോൾ അതിന്റെ നീളം അല്പം കുറയും. അപ്പൊ അത് ഇവിടെ ആയിരിക്കും വരിക. അപ്പൊ ഈ ഭാഗം വരുന്നത് ഇവിടെ ഈ ഭാഗത്തേക്ക് നീണ്ടുവരും. ഞാൻ മാർക്ക് ചെയ്യൽ വ്യത്യാസം വന്നു. ഇവിടെ B1' എന്നുള്ള പൊസിഷനിലേക്ക് ഇത് മാറി. അപ്പോ A', B1' എന്നുള്ളതാണ് അതിന്റെ പുതിയ ഫ്രണ്ട് വ്യൂ വരിക. ഒരിക്കൽ കൂടി പറയാം. AB എന്നുള്ള ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മാത്രം ഇൻക്ലൈൻഡ് ആയിട്ട് നിന്നിരുന്നു. ഞാൻ A എന്നുള്ള പൊസിഷൻ അവിടെ തന്നെ നിർത്തി. B എന്നുള്ള പൊസിഷനെ മാത്രം ഇത് AB, A എന്നുള്ള അവിടെ തന്നെ നിർത്തി. B എന്നുള്ള പൊസിഷനെ മാത്രം അല്പം ഇങ്ങോട്ട് മുൻപോട്ടോ പുറകോട്ടോ മാറ്റും. ഞാനിപ്പോ മുൻപോട്ട് മാറ്റുമ്പോൾ ഈ ആംഗിള് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിൽ വ്യത്യാസം വരുന്നില്ല. ഓക്കെ. പക്ഷേ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് അത് പാരലൽ നിന്നത് ഇൻക്ലൈൻഡ് ആയി. അപ്പോൾ നമ്മൾ നേരത്തെ ട്രൂ ലെങ്ത് കണ്ടുകൊണ്ടിരുന്ന വ്യൂ ഫ്രണ്ട് വ്യൂവിലും ട്രൂ ലെങ്ത് കിട്ടില്ല, ടോപ്പ് വ്യൂവിലും ട്രൂ ലെങ്ത് കിട്ടില്ല. അതേസമയം ടോപ്പ് വ്യൂവിന്റെ കിട്ടുന്ന ലെങ്ത്തിൽ മാറ്റം വരുന്നില്ല. പക്ഷെ ആംഗിൾ വ്യത്യാസം വന്നു. ഇവിടെ ആംഗിൾ വ്യത്യാസം വരും.
this becomes 5. അതായത് വെർട്ടിക്കൽ പ്ലെയിൻ ഇത് പാരലൽ ടു എക്സ് വൈ ആയതുകൊണ്ട് എ ബിക്ക് 5 ആംഗിൾ വ്യത്യാസം വന്നു ട്രൂ ലെങ്തില്. ഇതില് നമുക്ക് ഇവിടെ ഈ നോട്ടത്തില് ഇത് അല്പം കൂടി എന്ന് തോന്നും, ഇതിൽ അല്പം കൂടിയെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി ഇൻക്ലിനേഷനിൽ മാറ്റം വരുന്നില്ല, വ്യൂവില് മാത്രമാണ് നമുക്ക് കൂടി എന്നുള്ള തോന്നലുണ്ടാവുക, എക്സസ് ഉണ്ടാവുക. ആക്ച്വലി ഇൻക്ലൈൻ ടു വി പി ആൻഡ് എച്ച് പി മാറുന്നില്ല. എച്ച് പി തീറ്റ തന്നെ ഉണ്ടായിരുന്നത് തീറ്റ തന്നെയാണ്, പക്ഷെ പ്രൊജക്ഷനിൽ നമുക്ക് അല്പം കൂടിയതായിട്ട് ഫീൽ ചെയ്യും. അത് അപ്പാരന്റ് ആംഗിൾ എന്ന് പറയുന്നു. അപ്പാരന്റ് ആംഗിൾ ഇവിടെ 5 എന്നുള്ള ആംഗിൾ ആണ് വി പിക്ക് ഇൻക്ലിനേഷനിൽ വരുന്നത്. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻസ് വരിക എ ബി വൺ എന്നത് ടോപ്പ് വ്യൂ, എ ഡാഷ് ബി വൺ ഡാഷ് എന്നുള്ളത് ഫ്രണ്ട് വ്യൂ ആയിട്ടും വരും. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കും. സിമിലർ ആയിട്ട് രണ്ടാമത്തെ ഫിഗറിൽ പി ക്യു ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി. പി ക്യു നിൽക്കുന്നത് പാരലൽ ടു എച്ച് പി അറ്റ് എ സർട്ടൻ ഡിസ്റ്റൻസ് ആൻഡ് ഇൻക്ലൈൻ ടു വി പി. വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്. പി എന്നുള്ള പോയിന്റ് വി പിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രൊജക്ഷൻസ് വരിക നേരെ താഴേക്ക് വരയ്ക്കുമ്പോൾ സ്മോൾ പി ക്യു ട്രൂ ലെങ്ത് ആ പാരലായിട്ട് നിൽക്കുന്ന തലത്തിൽ കിട്ടും, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. ഫ്രണ്ട് വ്യൂ, when we are viewing through this side, front view will be obtained on vertical plane and it will have shorter length than PQ. PQ യിലും നീളം കുറവായിരിക്കും P dash Q dash എന്നുള്ളത്. Now I am tilting or moving Q point Q ഞാൻ ടിൽറ്റ് ചെയ്യുന്നു, അല്പം മൂവ് ചെയ്യുന്നു ടുവേർഡ്സ് അപ്പ്. മുകളിലേക്ക് ഞാൻ അല്പം മൂവ് ചെയ്യുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഹൊറിസോണ്ടൽ പ്ലെയിനും അത് ഇൻക്ലൈൻഡ് ആകും. ഹൊറിസോണ്ടൽ പ്ലെയിനും ഇൻക്ലൈൻഡ് ആവും. ഞാനത് മൂവ് ചെയ്യുന്നു. അതേ നീളമുള്ള അത് പി ക്യു വൺ എന്നിരിക്കട്ടെ, പി ക്യു വൺ. അപ്പൊ സ്വാഭാവികമായിട്ടും ദിസ് ഇസ് വിൽ ബി ഇൻക്ലൈൻ ടു തീറ്റ. നമ്മള് ഈ പി ഡാഷ് ക്യൂ ഡാഷ് എന്നുള്ളത് എക്സ് വൈക്ക് പാരലൽ ആയത്, ഇത് എക്സ് വൈക്ക് പാരലൽ ആയതുകൊണ്ട് തീറ്റ അവിടെ കാണിച്ചാലും തീറ്റ ആംഗിളില് പി ക്യൂ ഡാഷ് എന്നുള്ള പൊസിഷനിലേക്ക് ആ ലൈൻ മാറി. പി ക്യൂ എന്നുള്ള പൊസിഷനിലാണ് ആദ്യം നിന്നത്, പാരലൽ ടു എച്ച് പി, ഇൻക്ലൈൻ ടു വി പി. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലേസ് ആണ് കൺസിഡർ ചെയ്യുക. അപ്പൊ അത് ക്യൂ എന്നുള്ള പൊസിഷൻ അല്പം മുകളിലേക്ക് ഞാൻ മാറ്റി. അപ്പൊ ആംഗിൾ അവിടെ മാറി, ഈ ആംഗിൾ മാറിയില്ല. അപ്പൊ ഞാൻ ഇവിടെ പിടിച്ചത് ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആയിട്ട് ലൈൻ ഉണ്ടായിരുന്നത്. ഈ വി പിയിൽ ടച്ച് ചെയ്തിട്ട് നിന്നു, പി എന്നുള്ള പോയിന്റ് ഇവിടെയും ക്യൂ എന്നുള്ള പോയിന്റ് ഇവിടെയും. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻസ് പാരലൽ ആയിട്ടും ഇവിടെ ഷോർട്ടൻഡ് ആയിട്ടും കിട്ടി. ഇനി ഞാൻ അല്പം ഉയർത്തി, ഇങ്ങനെ കണ്ടോ, ക്യൂ എന്നുള്ള പൊസിഷൻ മാത്രം ഉയർത്തി. അപ്പൊ ഉയർത്തിയപ്പോ ഈ ആംഗിള് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിള് ഇത് മാറിയിട്ടില്ല, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിള് വന്നു, പാരലായിട്ട് എന്നത് ആംഗിൾ വന്നു. അപ്പൊ ഈ പൊസിഷനിൽ ഈ തീറ്റ ആംഗിള് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി അതിന്റെ പ്രൊജക്ഷൻസ് വരുന്നത് ഹൗ വിൽ ഇറ്റ് കം? അതിന്റെ പ്രൊജക്ഷൻസ് വരുന്നത് വ്യത്യാസം വരുന്ന നോക്കൂ. അപ്പൊ ഈ ക്യൂ എന്നുള്ള പൊസിഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി, Q1 ലേക്ക് മാറി. അപ്പോ സ്വാഭാവികമായിട്ടും Q1 ഡാഷും എന്താ മാറ്റം വരും നോക്കാം. Q1 ഡാഷ് വിൽ മൂവ് ഫ്രം ഇവിടെ നിന്ന് ഇതേപോലെ പാരലായിട്ട് Q1 ഡാഷും ഇവിടേക്ക് മൂവ് ചെയ്യും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. സിമിലർലി താഴേക്ക്, അപ്പം ആ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ we will get ന്യൂ ഫ്രണ്ട് വ്യൂ, പുതിയൊരു ഫ്രണ്ട് വ്യൂ അവിടെ കിട്ടും. ദാറ്റ് ഈസ് P1 Q1 ഡാഷ്, P1 Q1 ഡാഷ്. കാര്യം എന്താ വെച്ചാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന് കൂടി ഇൻക്ലൈൻഡ് ആകുമ്പോൾ ട്രൂ ലെങ്ത് അല്ല കിട്ടുക, ഫ്രണ്ട് വ്യൂലും കിട്ടില്ല, ബോട്ടം വ്യൂലും ടോപ്പ് വ്യൂലും കിട്ടില്ല.
ഫ്രണ്ട് വ്യൂയിലും കിട്ടില്ല, ടോപ്പ് വ്യൂയിലും കിട്ടില്ല. അപ്പൊ അവിടെ നിന്ന് ടോപ്പ് വ്യൂ പ്രൊജക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താന്ന് നോക്കാം. ടോപ്പ് വ്യൂ ഇതിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ Q എന്നുള്ള പൊസിഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറും. Q എന്നുള്ള പൊസിഷൻ മാറുന്ന ഷോർട്ടൻ ആവും, നീളം കുറയും. Q എന്നുള്ള പൊസിഷൻ ആയി. അപ്പൊ Q എന്നുള്ള പൊസിഷൻ നിന്ന് ആ ടോപ്പ് വ്യൂ Q1 എന്നുള്ള പൊസിഷനിലേക്ക് മാറി. അപ്പൊ പുതിയ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ PQ1. അപ്പൊ നോക്കൂ, Q1 ഡാഷ് ആണ് ഫ്രണ്ട് വ്യൂ. P1 Q1 ഡാഷ് ഈസ് ഫ്രണ്ട് വ്യൂ. അത് ഇൻക്ലൈൻ ടു HP ആണ്, VP ആണ്. ആ PQ എന്നുള്ള ലൈൻ PQ1 എന്നുള്ള പൊസിഷനിലേക്ക് മാറിയപ്പോൾ ഇൻക്ലൈൻ ബോത്ത് ടു VP ആൻഡ് HP ആയിട്ട് മാറിയപ്പോൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ ചേഞ്ചസ് ഫ്രം P'Q' ടു P'Q1 ഡാഷ്, ഫ്രണ്ട് വ്യൂ മാറി. അതുപോലെ PQ എന്നുള്ള ടോപ്പ് വ്യൂവിൽ നിന്ന് PQ1 എന്നുള്ള ടോപ്പ് വ്യൂവിലേക്ക് മാറി. അപ്പൊ ഈ പൊസിഷൻ, രണ്ട് പൊസിഷനും രണ്ട് രീതിയിലും കാണിച്ചതെന്താണെന്ന് വെച്ചാല്, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ രണ്ട് പ്ലെയിനും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനിന്റെ പൊസിഷൻ തന്നിട്ട് അതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കാൻ പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ പ്രൊജക്ഷൻസ് വരയ്ക്കാം. ആദ്യമേ ഈ ലൈൻ ഒന്നുകിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലായിട്ടും വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ടെന്നും അസ്യൂം ചെയ്യാം. രണ്ടാമത്തെ രീതിയിൽ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലായിട്ടും ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ട്രൂ ലെങ്ത് കിട്ടുന്ന വ്യൂ ആണ് ആദ്യം വരയ്ക്കുകയാണല്ലോ. അപ്പൊ ആ രീതി ഉപയോഗിച്ചാണ് നമ്മൾ ആ പ്രൊജക്ഷനിലേക്ക് എത്തുന്നത്. അപ്പൊ എപ്പോഴും എല്ലാ കുട്ടികളും അല്ലെ സാധാരണ നമ്മൾ തുടരുന്ന രീതി എന്ന് വെച്ചാല് ഹൊറിസോണ്ടൽ പ്ലെയിന് ഇൻക്ലൈൻഡ് ആയിട്ടും വെർട്ടിക്കൽ പ്ലെയിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആ ലൈൻ നിൽക്കുന്ന ആദ്യം അസ്യൂം ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും അടുത്ത വ്യൂവിൽ വരുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിന് കൂടി ഇൻക്ലൈൻഡ് ആയിട്ട്, അപ്പൊ ആദ്യം ഹൊറിസോണ്ടൽ പ്ലെയിൻ, എന്റെ ഈ കൈ നിൽക്കുന്ന ഹൊറിസോണ്ടൽ പ്ലെയിന് ഇൻക്ലൈൻഡും വെർട്ടിക്കൽ പ്ലെയിനിന് പാരലും ആയിട്ടാണ്. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് അതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കും. അതിൽ നിന്ന് അടുത്ത ഘട്ടത്തില് ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് മാത്രമല്ല വെർട്ടിക്കൽ പ്ലെയിന് കൂടി ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ വരയ്ക്കും. ആ രീതിയാണ് സാധാരണ പിന്തുടരുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിന് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കും, ഹൊറിസോണ്ടൽ പ്ലെയിന് പാരലായിട്ട് നിൽക്കും. എന്റെ ഈ കൈ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ വ്യൂസ് വെച്ച് അതേ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലും ഓരോ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടിലും AB എന്നുള്ള ലൈൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ലൈൻ AB 75 mm long is inclined 45 degree to HP and 30 degree to VP. ഡയറക്റ്റ് ആയിട്ട് രണ്ടിന്റെയും ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. Its end is in HP. അതിന്റെ എൻഡ് HP ലാന്ന് പറയുന്നുണ്ട്, ഒരു എൻഡ്. And 40 mm in front of VP. 40 mm in front of VP. Draw its projection and find out its traces. Draw its projections and find out its traces. അപ്പൊ ട്രേസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻക്ലൈൻഡ് ലൈനും അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്ലെയിനിൽ ചെന്ന് മീറ്റ് ചെയ്യും. ആ പോയിന്റിനെയാണ് ട്രേസ് എന്ന് പറയുന്നത് ഞാൻ മുൻപൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ഹൊറിസോണ്ടൽ ട്രേസ് എന്നും, വെർട്ടിക്കൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊജക്ഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വെർട്ടിക്കൽ ട്രേസ് എന്നും പറയുന്നു. അപ്പൊ ആ പ്രൊജക്ഷൻസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താണ് ആ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെയാണ് ഇത് കാണിക്കുന്നത്. സിമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ കേസിൽ തന്നിരിക്കുന്നത് എ ലൈൻ ഹാവിംഗ് 75 mm ലോങ്, 75 മില്ലിമീറ്റർ നീളമുള്ള ഒരു ലൈൻ, ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു HP ആൻഡ് 30 ഡിഗ്രി ടു VP. 45 ഡിഗ്രി ഹൊറിസോണ്ടൽ പ്ലെയിനും 30 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനും ഈ പൊസിഷനിലാണ് നിൽക്കുന്നത്.
കൂടാതെ ഇറ്റ്സ് എൻഡ് ഈസ് ഇൻ HP ആൻഡ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പൊ ഈ എൻഡ് HP യിലാണ് നിൽക്കുന്നത്, HP യിലാണ് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ എൻഡ് HP യിലാണ് നിൽക്കുന്നത്. അതേസമയം VP യിൽ നിന്ന് അല്പം 40 മില്ലിമീറ്റർ മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ രണ്ട് തലത്തിനും ഇൻക്ലൈൻഡ് ആണ്. 45 ഡിഗ്രി ടു HP ആൻഡ് 30 ഡിഗ്രി ടു VP. Draw its projections and find out its traces എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കേസിൽ നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്യേണ്ടത് XY ലൈൻ വരയ്ക്കണം. ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദ XY ലൈൻ. എല്ലാ കേസിലും നമ്മൾ XY ലൈൻ ആണ് വരയ്ക്കുക. ഫസ്റ്റ് യു ഡ്രോ ദ XY ലൈൻ. നീളത്തില് XY ലൈൻ വരച്ചു. XY ലൈൻ. Assume that the line is parallel to any of the planes. ഏതെങ്കിലും ഒരു തലത്തിന് പാരലൽ ആണ് അസ്യൂം ചെയ്യണം. നമ്മുടെ ക്വസ്റ്റിലെ രണ്ട് തലത്തിനും ഇൻക്ലൈൻഡ് ആണ്, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ വെർട്ടിക്കൽ തലത്തിന് ഈ ലൈൻ പാരലൽ ആണ്, only inclined to HP ആണെന്ന് വിചാരിക്കുന്നു. ആ രീതിയിൽ വരുമ്പോൾ ട്രൂ ലെങ്ത് കിട്ടുന്ന വ്യൂ ഫ്രണ്ടിൽ കിട്ടും, ടോപ്പ് വ്യൂവിൽ ഷോർട്ടൻ ലെങ്ത് കിട്ടും. അതുകൂടാതെ കണ്ടീഷൻ എന്താണ്? ഇത് ഒരെന്റെ HP യിലാണ് നിൽക്കുന്നത്, VP യിൽ നിന്ന് ഫ്രണ്ട് 40 മില്ലിമീറ്റർ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് പറയും. അപ്പൊ ആ കണ്ടീഷനിൽ ആദ്യം ആ ലൈൻ വരയ്ക്കുക. 45 ഡിഗ്രി പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 45 ഡിഗ്രി ചരിവില് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ലൈനിൽ ഒരു ലൈൻ വരയ്ക്കുക. ദാറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കിട്ടുക. സോ മാർക്ക് ഇറ്റ് ആസ് സ്മോൾ a', b'. ഇതിന്റെ ലെങ്ത് 75 mm ആണ് ലെങ്ത് തന്നിരിക്കുന്നത്. ഇതിന്റെ ആംഗിള് 45 ഡിഗ്രിയാണ്, 45 ഡിഗ്രി. അടുത്തത് ചെയ്യേണ്ടത്, ഇനി ഇതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് കാണണം. ടോപ്പ് വ്യൂ പ്രൊജക്ട് ചെയ്യണം. ടോപ്പ് വ്യൂ പ്രൊജക്ട് ചെയ്യാനായിട്ട് താഴേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ബിയിൽ നിന്നും B' നിന്നും A യിൽ നിന്നും താഴേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. എത്ര ലെങ്ത് വരെ വേണം? ഇറ്റ് ഈസ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞിട്ടുണ്ട്. 40 മില്ലിമീറ്റർ അകലത്തില് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ആ രണ്ട് എൻഡ് പോയിന്റ്സും ജോയിൻ ചെയ്യുക. രണ്ട് എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ടോപ്പ് വ്യൂ ആസ് AB. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതും മാർക്ക് ചെയ്യണം. ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 40 mm. It is given in the question. 40 മില്ലിമീറ്റർ. ഈ ലൈനിന്റെ ലെങ്ത് 75 എന്നും തന്നിട്ടുണ്ട്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടത് B' കൂടി പാസ് ചെയ്യുന്ന ഒരു പാരലൽ ലൈൻ. ആ ലൈനിനെ പറയുക ലോക്കസ് ഓഫ് B എന്നാണ് പറയുക, എന്ന് പറഞ്ഞാൽ സഞ്ചാരപാത. അപ്പൊ നമ്മള് ഈ ലൈൻ, ഈ AB എന്നുള്ള ലൈൻ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് ഈ പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ പൊസിഷനിൽ, അപ്പൊ ഇവിടെ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് മാറിയതായിട്ട്, സാധാരണ ഇങ്ങനെ നിന്ന ലൈൻ ഇങ്ങോട്ടാകുമ്പോ ഈ ഇതേപോലെ മാറിയതായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക. അപ്പൊ ഇത് അതിന്റെ സഞ്ചാരപാതയാണ്. ഇതിന്റെയാണ് ലോക്കസ് എന്ന് പറയുന്നത്, സഞ്ചാരപാതയാണ്. ആ സഞ്ചാരപാതയാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. സോ ഡ്രോ എ ലൈൻ, അതായത് ചെയിൻ, ഡാഷ്ഡ് ചെയിൻ ലൈൻ. ഇങ്ങനെ ഡാഷ്ഡ് ചെയിൻ ലൈൻ വരയ്ക്കുക. സെന്റർ ലൈൻ പോലെ തന്നെ ഡാഷ്ഡ് ചെയിൻ ലൈൻ. ലെറ്റ് ഇറ്റ് ബി PQ, സ്മോൾ PQ. B' കൂടി പാസ് ചെയ്യുന്ന സഞ്ചാരപാതയുള്ള ലൈൻ വരയ്ക്കണം. ഓക്കെ. അതുകൂടാതെ ഇനി ചെയ്യേണ്ടത് AB എന്നുള്ള ലൈൻ, അതായത് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പാരലൽ ടു XY ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗം മാത്രം, ഹൊറിസോണ്ടൽ പ്ലെയിൻ മാത്രം ഇൻക്ലിനേഷൻ കൊടുത്തു, വെർട്ടിക്കൽ പ്ലെയിന് പാരലൽ ആയിട്ടാണ് ആ ലൈൻ നിൽക്കുന്ന വിചാരിച്ചു. അപ്പൊ അതിൽ കിട്ടുന്ന ടോപ്പ് വ്യൂ XYക്ക് പാരലൽ ആയിരിക്കും, നമ്മൾ കണ്ടീഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോ ഈ ഭാഗം അല്പം മുൻപോട്ട് വരും. വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയി B എന്നുള്ള പൊസിഷൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് മുൻപോട്ട് വരും.
മനസ്സിലായോ? എ ബി എന്നുള്ള ലൈൻ പാരലായിട്ടാണ് നിന്നത്, എ എന്നുള്ളത് HP യിലാണ് നിന്നത്. അതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തത് എ ബി എന്നുള്ളത് പാരലൽ ടു VP ആണെന്ന് അസ്യൂം ചെയ്തു. ഇൻക്ലൈൻഡ് 45 ഡിഗ്രി HP ആണെന്നുള്ള അസ്യൂം ചെയ്തു. അതിന്റെ വ്യൂസ് ആണ് വരച്ചത്. ഇത് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ. ആക്ച്വൽ വ്യൂസ് അല്ല, ക്വസ്റ്റ്യൻ പ്രകാരമുള്ള വ്യൂ അല്ല. അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി ചെയ്യേണ്ടത് ടോപ്പ് വ്യൂ കിട്ടുന്ന AB, സ്മോൾ AB ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ പാരലൽ ടു XY ആണ്. നമ്മൾ കണ്ടീഷൻസ് റൂൾസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇൻക്ലൈൻ ടു VP ആക്കി കഴിഞ്ഞാൽ ഈ ലൈൻ B എന്നുള്ള പൊസിഷൻ VPക്ക് ചരിഞ്ഞ് ഇങ്ങോട്ട് മുൻപോട്ട് മാറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വ്യൂ കിട്ടുക ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും, XYക്ക് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും. ആ ആംഗിള് 30 ഡിഗ്രിയാണ്. ഇൻക്ലൈൻ ടു VP എന്നുള്ളത് 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. സോ ട്വിൽറ്റ് ദിസ് ലൈൻ, അതായത് ആ വ്യൂ AB എന്നുള്ള ലെങ്ത് ഒരിക്കലും മാറില്ല. ഇങ്ങനെ നിന്നാലും ടോപ്പിൽ നോക്കുന്ന ആൾക്ക് അതിന്റെ ലെങ്ത് ഒരിക്കലും മാറില്ല. അപ്പൊ ABയുടെ ലെങ്ത് മാറില്ല. അപ്പൊ AB എന്നുള്ളത് 30 ഡിഗ്രി ചരിച്ചു വരയ്ക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഡ്രോ എ ലൈൻ ഇൻക്ലൈൻഡ് 30 ഡിഗ്രി വിത്ത് AB. ABക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് 30 ഡിഗ്രി ഉള്ള ഒരു ലൈൻ വരയ്ക്കണം. ഒരു അനന്തമായിട്ട് അല്പം നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. ദിസ് ഇൻക്ലിനേഷൻ ഈസ് 30 ഡിഗ്രി. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി AB കോമ്പസിൽ എടുക്കുക. AB കോമ്പസിൽ എടുത്തിട്ട് A കുത്തിയിട്ട് അതേ ആർക്ക്, ഇങ്ങനെ ഒരു ആർക്ക് ഇങ്ങോട്ടേക്ക്. അപ്പൊ B എന്നുള്ള പൊസിഷൻ നമുക്ക് അവിടെ കിട്ടി. ദാറ്റ് ഈസ് B1. ആ പോയിന്റ് B1 എന്ന് മാർക്ക് ചെയ്യുക, മറ്റുള്ളത് മായ്ച്ചു കളയാം. അപ്പൊ അതാണ് ഒറിജിനൽ ടോപ്പ് വ്യൂ. അപ്പൊ ഇൻക്ലൈൻ ടു VP ആൻഡ് HP എന്നുള്ള AB ലൈനിന്റെ ഒറിജിനൽ ടോപ്പ് വ്യൂ കിട്ടി. ഇനി അതിൽ നിന്ന് ഫ്രണ്ട് വ്യൂ പ്രൊജക്ട് ചെയ്യണം. സോ ഡ്രോ പ്രൊജക്ടേഴ്സ് ഫ്രം B1 അപ്വേർഡ്സ്. B1 നിന്ന് പ്രൊജക്ടർ വരയ്ക്കുക. എവിടെ വരെ? ഈ PQ എന്നുള്ള ലോക്കസ് ലൈനിലേക്ക് പ്രൊജക്ടർ വരയ്ക്കുക. അതിനെ B1 ഡാഷ് മാർക്ക് ഇറ്റ് ആസ് B1 ഡാഷ് എന്ന് പറഞ്ഞാൽ B1ന്റെ പ്രൊജക്ടർ ആണ് അവിടെ കിട്ടിയത്. ജോയിൻ A dash and B1 dash. Join A dash and B1 dash. This will be the required front view. ഇതായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഫ്രണ്ട് വ്യൂ. A dash B1 dash എന്നുള്ള ഫ്രണ്ട് വ്യൂവും A B1 എന്നുള്ളത് ടോപ്പ് വ്യൂ. അതാണ് ഈ ക്വസ്റ്റ്യൻ പ്രകാരം വരയ്ക്കേണ്ട വ്യൂസ്. ഇനി ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും എന്താണ് എന്ന് കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ഇൻക്ലൈൻഡ് ലൈൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുക. വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുക. അപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഈ ട്രേസ് ഇവിടെയാണ് HT. അതിന് HT എന്നാണ് ഹൊറിസോണ്ടൽ ട്രേസിനെ ഡിനോട്ട് ചെയ്യുക. A dash B1 dash എന്നുള്ള ലൈൻ ആണ് അവിടെ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഈ പൊസിഷൻ A1 എന്നുള്ള പൊസിഷൻ A dash എന്നുള്ള പൊസിഷൻ തന്നെ കിട്ടി. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ട്രേസ്. ഇനി വെർട്ടിക്കൽ ട്രേസ് കിട്ടാനായിട്ട് എക്സ്റ്റെൻഡ് ദിസ് ലൈൻ, ഈ ലൈൻ AB എന്നുള്ള ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ടു മീറ്റ് XY and mark this as small v. That is vertical trace. Small v എന്ന് എഴുതാൻ വേണം, vertical trace എന്ന് പറയണം. ഇവിടെ small h dash horizontal trace HT. Second problem. Draw the projections of line AB 90 mm long, its midpoint M being 50 mm above HP and 40 mm in front of VP. 90 മീറ്റർ നീളമുള്ള ഒരു ലൈനിന്റെ
മിഡ് പോയിന്റ് 50 മില്ലിമീറ്റർ ഉയരത്തിലാണ്, എച്ച് പിയിൽ നിന്ന് ഉയരത്തിലാണ്. ആൻഡ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ദ എൻഡ് എ ഈസ് 20 mm എബവ് എച്ച് പി. അടുത്ത കണ്ടീഷൻ, എൻഡ് എ ഈസ് എബവ് 20 mm എച്ച് പി ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നും പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ദ പ്രൊജക്ഷൻസ്, ഷോ ദ ഇൻക്ലിനേഷൻ വിത്ത് വി പി ആൻഡ് എച്ച് പി. ട്രേസ് കാണാൻ പറഞ്ഞിട്ടില്ല. ഷോ ദ ട്രേസസ് ആൻഡ് ഇൻക്ലിനേഷൻ ഓഫ് ലൈൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. അല്പം കൂടി ഗ്രേഡ് കൂടിയ, അല്പം കോംപ്ലിക്കേഷൻ ആവുന്ന, എന്നാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഒരു ലൈനിന്റെ ലെങ്ത് 90 മില്ലിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. കണ്ടീഷൻ എന്താണ്? അതിന്റെ മിഡ് പോയിന്റ് 50 മില്ലിമീറ്റർ ഉയരത്തിലാണ് എച്ച് പിയിൽ നിന്നും, 40 മില്ലിമീറ്റർ മുൻപിലാണ് വി പിയിൽ നിന്നും. കൂടാതെ എ എന്നുള്ള പോയിന്റ് എച്ച് പിയിൽ നിന്ന് 20 മില്ലിമീറ്റർ ഉയരത്തിലും 10 മില്ലിമീറ്റർ മുൻപിലും, വി പിയിൽ നിന്നും 10 മില്ലിമീറ്റർ മുൻപിലുമാണ് നിൽക്കുന്നത്. ഈ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് 90 മില്ലിമീറ്റർ ലൈൻ. അതിന്റെ ഈ മിഡ് പോയിന്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഇതാണ്. ഇത് ഹൊറിസോണ്ടൽ തലത്തിൽ നിന്ന് 50 മില്ലിമീറ്റർ ഉയരത്തിലാണ്. ഇത് എ, ഇത് ബി. ഈ എൻഡ് 20 mm എബവ് എച്ച് പി ആണ്. കൂടാതെ ഈ മിഡ് പോയിന്റ് 40 മില്ലിമീറ്റർ ബി പിയിൽ നിന്ന് മുൻപിലും, എ എന്നുള്ള പോയിന്റ് 10 മില്ലിമീറ്റർ അകലത്തിലുമാണ്. അപ്പൊ 40ഉം 10ഉം ഉറപ്പായിട്ടും ഡിഫറൻറ്റ് ഉണ്ട്. അപ്പൊ രണ്ട് പ്ലെയിനും ഇൻക്ലൈൻഡ് ആണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ നമ്മൾ വരയ്ക്കേണ്ടത് ഇത് ഏതെങ്കിലും ഒരു തലത്തിന് സമാന്തരമായിട്ട് നിൽക്കുന്നു എന്ന രീതിയിൽ ആദ്യം കൺസിഡർ ചെയ്യണം. ആദ്യത്തെ കേസിൽ ചെയ്ത പോലെ we will consider this line AB parallel to VP. Dimensions ഒക്കെ അതേപോലെ. Draw the XY line. എല്ലാ കേസിലും XY ലൈൻ നമ്മൾ ആദ്യമേ വരയ്ക്കുന്നു. ഇനി AB യുടെ ലെങ്ത്, AB is having length 90 mm. മിഡ് പോയിന്റ് 50 മില്ലിമീറ്റർ ഹൈറ്റിലും 40 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ആണ്. Then 20 mm, A 20 mm എബവും 10 mm ഇൻ ഫ്രണ്ടുമാണ് ഓഫ് വി പി. എബവ് എച്ച് പി, ഇത് വി പി, ഇത് എച്ച് പി, ഇത് വി പി. അപ്പൊ എ ബിയുടെ ലെങ്ത് 90, മിഡ് പോയിന്റ് 50 മില്ലിമീറ്റർ, എച്ച് പിക്ക് മുകളില് മില്ലിമീറ്റർ, 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ദെൻ അടുത്ത കേസ്, എ എന്നുള്ള പോയിന്റ് 20 mm എബവ് എച്ച് പി, 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ ഈ ലൈൻ ഒരു തലത്തിന് പാരലൽ ആണെന്ന് വിചാരിച്ച് വരയ്ക്കുന്നു. സോ XY ലൈൻ ആദ്യം വരയ്ക്കുന്നു. ഈ കണ്ടീഷൻ അനുസരിച്ച് എ എന്നുള്ള പോയിന്റ് നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ 20 mm അകലത്തില് എബവ് എച്ച് പി എന്ന് പറയുമ്പോൾ ഇവിടെ 20 mm അകലത്തില് ഒരു ലോക്കസ് ലൈൻ വരയ്ക്കുക. നേരത്തെ കാണിച്ച പോലെ ചെയിൻ ലൈൻസ്. അതിനെ സ്മോൾ സി ഡാഷ് ഡി ഡാഷ് എന്ന് കൊടുക്കാം, ലോക്കസ് ലൈൻ. അടുത്തത് 50 mm എബവ് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ മിഡ് പോയിന്റ് 50 മില്ലിമീറ്റർ ഉയരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ 50 mm എബവ്, ഇവിടെ നിന്ന് 50 മില്ലിമീറ്റർ ഉയരത്തിലും വേറൊരു ലൈൻ വരയ്ക്കാം, ഇതേപോലെ ലോക്കസ് ലൈൻ. Let it be E dash F dash. ഇനി mark a point small a dash because line is AB. ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഫ്രണ്ട് വ്യൂ പാരലൽ ടു എച്ച് പി ആയതുകൊണ്ട്, പാരലൽ ടു വി പി ആയതുകൊണ്ട് ട്രൂ ലെങ്ത് കിട്ടും, 90 മില്ലിമീറ്റർ കിട്ടും. ഓക്കെ, എ എന്നുള്ള പൊസിഷൻ നമ്മൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്തു. ഇനി മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 90ന്റെ മിഡ് പോയിന്റ് 45 ആണ്.
മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ. സോ ടേക്ക് 45 mm ഇൻ കോമ്പസ് ആൻഡ് ഫ്രം A1 സോറി A ഡാഷ് മാർക്ക് എ ആർക്ക്, ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യാം. അപ്പൊ 45 മില്ലിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് A1 സോറി A ഡാഷ് എന്നുള്ള പോയിന്റിൽ കുത്തി 50 മില്ലിമീറ്റർ അകലെയുള്ള ആ ലോക്കസ് ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പൊ അത് M എന്നുള്ള പോയിന്റ്, മിഡ് പോയിന്റ് M എന്നാണ് കൊടുത്തിരിക്കുന്നത്. വി വിൽ ഗെറ്റ് ദാറ്റ് M വരെ കിട്ടി. അപ്പൊ A ഡാഷ് B ഡാഷ് ആണ് നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടേണ്ടത്. A ഡാഷ് B ഡാഷിന്റെ പകുതി കിട്ടി. അത് തന്നെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. 45 മില്ലിമീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് 45 മില്ലിമീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ we will get A dash B dash. ഓക്കെ, അപ്പൊ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടി. ആക്ച്വൽ ഫ്രണ്ട് വ്യൂ അല്ല, നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഹെൽപ്പിംഗ് ആയിട്ടുള്ള, നമ്മൾ ആ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് വരാൻ വേണ്ടി വരച്ച ഒരു ഫ്രണ്ട് വ്യൂ. ഈ ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ കണ്ടീഷൻസ് ഉപയോഗിച്ച് വരച്ച ഫ്രണ്ട് വ്യൂ. അടുത്തത് ബി ഡാഷിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലോക്കസ് ലൈൻ കൂടി വരയ്ക്കണം. ജി ഡാഷ് എച്ച് ഡാഷ് എന്നുള്ള വേറൊരു ലോക്കസ് ലൈൻ കൂടി വരച്ചു. അപ്പൊ നമുക്ക് എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ഫ്രണ്ട് വ്യൂ കിട്ടി. ഈ ലെങ്ത്, ദിസ് ലെങ്ത് ഈസ് 20 mm, that is given in question, 20 mm, and this length is 50 mm. It is also given 50 mm എന്ന് തന്നിട്ടുണ്ട്. And the midpoint A dash M എന്നുള്ളത് 45 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 45 mm കോമ്പസിൽ എടുത്തിട്ട് A dash എന്നുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ ഈ ലോക്കസ് ലൈനിൽ മാർക്ക് ചെയ്തു. A1 A dash M മാർക്ക് ചെയ്തു 45. അതിന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 90 mm ലൈൻ കിട്ടി. അപ്പൊ അവിടെ B ഡാഷ് എന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ റൊട്ടേഷൻ ഉപയോഗിക്കുന്ന B ഡാഷ് എന്നുള്ളതാണ് ഫ്രണ്ട് വ്യൂ. ആ B ഡാഷിൽ കൂടിയും XYക്ക് പാരലൽ ആയിട്ട് വേറെ ലോക്കസ് ലൈൻ കൂടി വരയ്ക്കുക. ഇനി ഇതിന്റെ ടോപ്പ് വ്യൂ പ്രൊജക്ട് ചെയ്യണം. ടോപ്പ് വ്യൂ പ്രൊജക്ട് ചെയ്യാനായിട്ട് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. XY ലൈനിലേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ഇത് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ഇവിടെയും പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ഓക്കെ, ഇനി പാരലൽ ടു VP ആൻഡ് ഇൻക്ലൈൻ ടു HP എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് കിട്ടുന്നത് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുക പാരലൽ ടു XY ആയിരിക്കും. അത് എത്ര അകലത്തിലായിരിക്കും? 10 mm ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10 mm വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. 10 mm വരെ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. 10 മില്ലിമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെയും 10 മില്ലിമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ മിഡ് പോയിന്റിൽ നിന്നും പോയിന്റ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ആ പോയിന്റ് കിട്ടുക. അപ്പൊ 3 പോയിന്റ്സ് അവിടെ കിട്ടി. 10 mm അകലത്തില് ജോയിൻ ദാറ്റ് ഇത് M ഡാഷ് തന്നെ കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. M ഡാഷ് എന്ന് കൊടുക്കുക. അപ്പോ ഇത് സ്മോൾ a, ഇത് സ്മോൾ m, ഇത് സ്മോൾ b. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ടോപ്പ് വ്യൂ ആണ്. ഇനി അടുത്ത കണ്ടീഷൻ അനുസരിച്ചിട്ട് മിഡ് പോയിന്റ് ഈസ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇനി കണ്ടീഷൻ മാറി. ഇത് ഇൻക്ലൈൻഡ് ആക്കണം. മാത്രമല്ല ഈ ഇൻക്ലിനേഷൻ ഇത് 50 മില്ലിമീറ്റർ ആണ് ആദ്യം തന്നിട്ടുണ്ട്. മിഡ് പോയിന്റിന്റെ അകലം ഇത് 20 മില്ലിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സെയിം കേസ് തന്നെ വെർട്ടിക്കൽ പ്ലെയിനിന് 10 മില്ലിമീറ്ററും ഇത് 40 മില്ലിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ഫ്രണ്ടിലേക്ക്. അപ്പൊ നമ്മൾ 10 മില്ലിമീറ്ററിന്റെ ഇവിടെ ഈ പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി 40 മില്ലിമീറ്ററിന്റെ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ നിന്ന് XYക്ക് പാരലൽ ആയിട്ട് 40 മില്ലിമീറ്റർ അകലത്തില് 40 mm അകലത്തില് ഒരു ലോക്കസ് ലൈൻ വരയ്ക്കുക. 40 mm അകലത്തില് ഒരു ലോക്കസ് ലൈൻ വരയ്ക്കണം. ഓക്കെ,
ലോക്കസ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ദിസ് ഈസ് 40 mm. ദാറ്റ് ഈസ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. 40 mm കിട്ടി. ഈ ഡിസ്റ്റൻസ് 10 mm കൂടിയാണ്. ദിസ് ഈസ് 10 mm. ഇനി ഈ എ എം ബി എന്നുള്ള ലൈൻ ട്വിൽറ്റ് ചെയ്യണം. അതായത് ഇത് ടോപ്പ് വ്യൂ ആണ്. ട്വിൽറ്റ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനൂടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എ എം എന്നുള്ള കോമ്പസിൽ എടുക്കുക. എ എം എന്നുള്ള കോമ്പസിൽ എടുത്തു, എയിൽ കുത്തി ഈ ലൈന് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ എന്നുള്ള ലോക്കസ് ലൈനിൽ കട്ട് ചെയ്യാം. എ എം കോമ്പസിൽ എടുത്തു, ഐ ജെ എന്നുള്ള പോയിന്റിൽ കട്ട് ചെയ്തു. വി വിൽ ഗെറ്റ് എ പോയിന്റ് M1. AM1. അത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, കുറച്ച് നീളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുക. കൂടാതെ എ ബി കോമ്പസിൽ എടുക്കുക, ആർക്ക് വരയ്ക്കുക. ഇത് ഇവിടെ ഞാൻ ആർക്ക് വരച്ചു. ആർക്ക് വരച്ചപ്പോഴാണ് AM1 എന്നുള്ള പോയിന്റ് കിട്ടിയത്. ഇങ്ങോട്ടേക്ക് ആർക്ക് വരച്ചപ്പോ അതേപോലെ ഇവിടെ നിന്നും ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. എ ബി കോമ്പസിൽ എടുത്തിട്ട് വി വിൽ ഗെറ്റ് അനദർ പോയിന്റ് B1. ബാക്കിയുള്ള മായ്ച്ചു കളയാം. അപ്പൊ ആക്ച്വലി ഉള്ള ലൈനിന്റെ തന്ന കണ്ടീഷൻ പ്രകാരമുള്ള ലൈനിന്റെ ടോപ്പ് വ്യൂ, ഒറിജിനൽ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടി. ഒറിജിനൽ ടോപ്പ് വ്യൂ. അപ്പോ എ എം ബി എന്നുള്ള ലൈൻ തിരിച്ചു കഴിഞ്ഞപ്പോൾ ടോപ്പ് വ്യൂ തിരിച്ചപ്പോൾ ഒറിജിനൽ ടോപ്പ് വ്യൂ കിട്ടി. എ എന്നുള്ള പൊസിഷൻ 10 mm മുൻപിലും എം എന്നുള്ള പൊസിഷൻ അത് മിഡ് പോയിന്റ് അത് M1 എന്നാണ് വരിക. അത് 40 mm അകലത്തിലും എക്സ് വൈയിൽ നിന്ന്, അതായത് വെർട്ടിക്കൽ പ്ലെയിൻ 40 mm അകലത്തുമായി. ബി എന്നുള്ള പൊസിഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് കിട്ടിയതാണ്. ഇനി ആ ടോപ്പ് വ്യൂവിൽ നിന്ന് ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് മുകളിലേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. മുകളിലേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നത് ആദ്യം B1 നിന്ന് പ്രൊജക്ടേഴ്സ് വെർട്ടിക്കൽ പ്രൊജക്ടർ ഇങ്ങനെ വരച്ചു. അവിടെ പ്രൊജക്ടർ വെച്ചു. M1 നിന്ന് പ്രൊജക്ടർ വരച്ചു. M1 നിന്ന് പ്രൊജക്ടർ വരച്ചു. അതിവിടെ വരെ, ഈ ലോക്കസ് വരെ. അപ്പൊ ഇതിന്റെ പ്രൊജക്ടേഴ്സ് മാത്രം വരയ്ക്കുക. M1 എന്ന പ്രൊജക്ടേഴ്സ് ഈ ലോക്കസ് ലൈൻ വരെ, B1 എന്ന പ്രൊജക്ടേഴ്സ് G', H' എന്നുള്ള ലോക്കസ് വരെ. ഈ മൂന്നും കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. A', ഇതിനെ M1 ഡാഷ് കൊടുക്കുക. B1 എന്ന് വരച്ച അത്. എന്നിട്ട് ഇത് രണ്ടും 3 പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. We will get the original front view A', M1 B1 അപ്പൊ ഇതാണ് ഫ്രണ്ട് വ്യൂ. AM1 B1 എന്നുള്ളത് ടോപ്പ് വ്യൂ. ഇനി ഇത് ഇൻക്ലൈനേഷൻ കാണാനായിട്ട് ഈ ആംഗിൾ മെഷർ ചെയ്യുക. ഈ ആംഗിൾ മെഷർ ചെയ്താൽ കിട്ടുന്നത് 5 ആണ്, അതായത് ആംഗിൾ വിത്ത് വെർട്ടിക്കൽ പ്ലെയിൻ. ഈ ആംഗിൾ മെഷർ ചെയ്യുക. ഈ ആംഗിൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഒരിക്കലും ഈ ആംഗിൾ അല്ല മെഷർ ചെയ്യേണ്ടത്. ഇതല്ല മെഷർ ചെയ്യേണ്ടത്, ഇതാണ് മെഷർ ചെയ്യേണ്ടത്. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടണമെങ്കിൽ ട്രൂ ലെങ്ത്തിൽ എടുക്കേണ്ട ആംഗിൾ മെഷർ ചെയ്യണം. മറ്റത് അപ്പാരന്റ് ആംഗിൾ ആണ്. അത് നമുക്ക് തോന്നുന്നതാണ്, അത്ര ആംഗിൾ കയറി നിൽക്കുന്നതായിട്ട് തോന്നുന്നതാണ്. അത് നമ്മുടെ തോന്നലാണ്. അതൊരിക്കലും ആ ആംഗിൾ അല്ല കറക്റ്റ്. ട്രൂ ലെങ്ത് കിട്ടുന്ന വ്യൂ, അതില് കിട്ടുന്ന ആംഗിൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ട് കിട്ടുന്ന ആംഗിൾ ആണ്, അത് മെഷർ ചെയ്യാം. അപ്പൊ അത് രണ്ടാമത്തെ പാർട്ടായി. ഇനി ട്രേസസ് കാണാനായിട്ട് ഈ വ്യൂസ്, ഫ്രണ്ട് വ്യൂ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഫ്രണ്ട് വ്യൂ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ട് കിട്ടുന്ന വ്യൂ പോയിന്റിനെ HT സ്മോൾ H' എന്ന് മാർക്ക് ചെയ്യുക. വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് കിട്ടുന്ന, അതായത് ടോപ്പ് വ്യൂവിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈൻ
എച്ച് പിയിൽ കിട്ടുന്ന പോയിന്റിനെ വി ടി സ്മോൾ വി അതും മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പലവട്ടം ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ.